Eastern salt and pepper. Bum 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 bum. Wow! Eastern salt and pepperലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറുമായിട്ട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. നമുക്ക് മലയാള സിനിമകളെ ഒരുപാട് ആകർഷിച്ച് വീഴ്ത്തിയ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇതാണ് വെള്ളായണി. വെള്ളായണി കായലാണ് ഈ കാണുന്നത്. ഈ വെള്ളായണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളായണിയിൽ ഒരു കായൽ ഒരു തോട്, ഈ തോടിന് കുറുകെ ഒരു പാലമുണ്ട്. എന്താണ് വെള്ളായണിയിലെ തോടിന് കുറുകെ ഒരു പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ആ പാലത്തിനാണ് കിരീടം പാലം എന്നറിയപ്പെടുന്നത്. കിരീടത്തിലെ ലാലേട്ടൻ ആ കണ്ണീർ പൂവിൻ്റെ ആ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നടന്നു പോയതൊക്കെ ഓർമ്മയില്ലേ? ആ പാലം ഇവിടെയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ വെള്ളായണി കായലിലാണ്. ഇപ്പോൾ എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ല, പത്തനംതിട്ട ജില്ല ഇവർക്കെല്ലാം വള്ളംകളി ഉണ്ട്. അതുപോലെ തിരുവനന്തപുരം ജില്ലയ്ക്കും ഒരു വള്ളംകളിയുണ്ട്, വെള്ളായണി അയ്യങ്കാളി ട്രോഫി വള്ളംകളി. അത് നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ചുണ്ടൻ വള്ളങ്ങളല്ല, സാധാരണ നമ്മൾ മത്സ്യബന്ധനത്തിന് യാത്രയ്ക്കുമൊക്കെ ഉപയോഗിക്കുന്ന അത്തരം വള്ളങ്ങളാണ് ഇവിടെ മത്സരിക്കുന്ന വള്ളംകളി. പിന്നെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ദേശാടന പക്ഷികളുടെ ഇഷ്ട സങ്കേതമാണ് നമ്മുടെ കേരള തലസ്ഥാനത്തുള്ള ഈ വെള്ളായണി കായലെന്ന് പറയുന്നത്. മൈലുകളും കിലോമീറ്ററുകളും രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും ഒക്കെ കടന്ന് ഒരുപാട് ദേശാടന പക്ഷികൾ ഇവിടെ വിശ്രമിക്കാൻ വരാറുണ്ട്, ഇവിടുത്തെ കാലാവസ്ഥ എൻജോയ് ചെയ്യാൻ വരാറുണ്ട്. അങ്ങനെ അതുമാത്രമല്ല, ഈ ദേശാടന പക്ഷികൾക്ക് മാത്രമല്ല ഇവിടെ ഇഷ്ടമുള്ളത്, ഒരുപാട് മനുഷ്യർക്ക് ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ കാറ്റും പ്രകൃതിയും ഒക്കെ ആയിരിക്കാം, പക്ഷേ അത് മാത്രമല്ല, ഇനിയുമുണ്ടൊരു ഇഷ്ടം. കാരണം ഇവിടെയാണ് പുഞ്ചക്കരി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ കാണുന്നത്. പുഞ്ചക്കരി പാടമാണ് നമ്മൾ ഈ കാണുന്നത്. പുഞ്ചക്കരിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ രുചികരമായ ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരു കള്ള് ഷാപ്പുണ്ട്. ആ കള്ള് ഷാപ്പിലേക്കാണ് ഇന്ന് രുചി തേടി ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ കടന്നു ചെല്ലുന്നത്. വെള്ളായണിയുടെ ഏതാണ്ട് കായലൊക്കെ ഇപ്പോൾ ഇത്തിരി പായലൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. കായലും പായലും നല്ല പ്രാസമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിതൊക്കെ കണ്ടിങ്ങനെ നടക്കാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ രുചി തേടിയുള്ള യാത്ര വരും. പുഞ്ചക്കരിയിലെ ഞാൻ പറഞ്ഞ ആ ഷാപ്പ് ഇതാ കണ്ടില്ലേ? ഈ ബോർഡ് തന്നെ കണ്ടാൽ നമുക്കറിയാം ഇവിടെ എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്ന്. ഇതാ നോക്കൂ, തെങ്ങിൻ കള്ള്, മധുരക്കള്ള്, പിന്നെ കഴിക്കാനുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ. അയ്യോ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് പറയേണ്ടത്. അപ്പം, പൊറോട്ട, ചപ്പാത്തി, മീൻകറി, തലക്കറി, പോത്ത്, പന്നി, താറാവ്, സ്റ്റൂ, ബീഫ്, നാടൻ കോഴി തോരൻ, നാടൻ കോഴി പെരട്ട്, കണവ, ഞണ്ട്, കക്ക, ചിപ്പി, കാടക്കോഴി, ഫിഷ് മോളി, ഊണ്, ഫിഷ് മസാല, ഇത് ആവോലി, അയല, ചൂര, നെയ്മ്, ലോകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കൂടാതെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ നാടൻ തെങ്ങിൻ്റെ കള്ളും കുടിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ആ കള്ളൻ്റെ കാര്യമൊന്നുമല്ല ഇവിടെ വേണ്ടത്. നമുക്കിപ്പോൾ വേണ്ടത് ഇവിടുത്തെ രുചിയേറിയ ഭക്ഷണമാണ്. ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആരാണ് ഇതിൻ്റെ ആളെന്നൊന്ന് നോക്കട്ടെ. അകത്ത് കയറി ആളെ തപ്പിക്കൊണ്ട് ഇപ്പം വരാം, ഒരു മിനിറ്റ്. അപ്പോൾ ഇതാ നിൽക്കുന്നതാണ് സന്തോഷ്. മുഖം ഒന്ന് പരിചയപ്പെട്ട് വെക്കുക. ഇവിടെ വരുമ്പോഴേക്കും പുള്ളിക്കാരനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും രുചിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഏതാണ് പെട്ടെന്ന് കിട്ടുന്നത് ഏതാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഇവിടുത്തെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഇവിടുത്തെ തൊഴിലാളിയുടെ കൂട്ടത്തിലെ ഒരു പ്രമുഖ തൊഴിലാളിയാണ് അദ്ദേഹം. പിന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ? നമ്മളിവിടെ സാധാരണയായിട്ട് കൊടുക്കുന്ന എല്ലാ, അതായത് രുചിയാർന്ന ഭക്ഷണം, അത് ശുദ്ധവൃത്തിയോടുകൂടി കൃത്യമായിട്ട് കസ്റ്റമറിൽ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ വരുന്ന കസ്റ്റമറെ മാന്യമായ രീതിയിൽ ആഹാരം കൊടുത്ത് പറഞ്ഞു വിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ രീതി. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി അതിനുവേണ്ടി സഹകരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് മറ്റ് ഹോട്ടലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ ഷാപ്പിൽ കിട്ടുന്ന? നമ്മളിവിടെ ചെയ്യുന്ന അതായത് നമ്മൾ തന്നെ കായലിൽ നേരിട്ട് തന്നെ മത്സ്യങ്ങളാണെങ്കിലും മറ്റ് എല്ലാ സാധനങ്ങളും നേരിട്ട് തന്നെ കളക്ട് ചെയ്യുകയും അതിന് എന്തൊക്കെ രുചിയാണോ ആവശ്യമെന്ന് വരുന്നത് ആ രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുകയും, അതുകൊണ്ട് ഒരു പ്രാവശ്യം പോകുന്ന ഒരു കസ്റ്റമർ വന്ന് നമ്മുടെ അടുത്ത് ഇന്നത് ഒരു സാധനത്തിന് ഇന്ന പോരാഴിക ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും നമ്മൾ തന്നെ ഉൾക്കൊണ്ട് രുചിച്ച് നോക്കി അതിനെന്തെങ്കിലും ഒരു പോരാഴിക ഉണ്ടെങ്കിൽ ആ പോരാഴിക നാളെ വരാതിരിക്കാൻ വേണ്ടി പരിഹരിച്ച് തന്നെയാണ്
നമ്മൾ ഇപ്പോൾ പരിപാടി മുന്നോട്ട്. അത് മാത്രമല്ല ഇത് കള്ള് ഷാപ്പ് കൂടെയാണ്. സ്വാഭാവികമായിട്ട് ഈ കള്ളൊക്കെ കുടിച്ചിട്ട് ചിലർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുറന്ന് പറയുകയൊക്കെ ചെയ്യും. അത് നേരിൽ പ്രതിഫലിക്കുന്ന അത് ഒരു സ്റ്റേജ് നാടകം പോലെയാണ്, നേരിൽ കാണാവുന്ന ഒരു സംഭവമാണ്. അടിപൊളി സ്റ്റേജ് നാടകം പോലെ. അപ്പൊ തന്നെ റിസൾട്ട് അറിയാവുന്നതാണ്. പക്ഷെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര അഭിനന്ദനമായിരിക്കും. നമ്മളെ കെട്ടിപ്പിടിക്കുകയും അതിന് വേണ്ട ഇത് ഇങ്ങനെ തന്നെ തുടരണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായ രീതി. താങ്ക് യു ചേട്ടാ. അപ്പോൾ ഇവിടുത്തെ ഷെഫിനെ ഒന്ന് പരിചയപ്പെടുത്താവോ? സുരേഷ് ചേട്ടനാണ്. അതും സുരേഷാണോ? അത് ഞാൻ സന്തോഷം. അത് സുരേഷ്. ഓക്കെ, അപ്പൊ ഞാൻ ആ സുരേഷിനെ തപ്പിപ്പൊക്കോട്ടെ? ആയിക്കോട്ടെ. എന്നാ പിന്നെ ഇവിടുത്തെ ആ ഷെഫിനെ ഞാനൊന്ന് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മടങ്ങി വരാം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഷാപ്പിലെ കറികളെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടറിഞ്ഞതല്ല, കേട്ടറിവിൻ്റെയും എത്രയോ അപ്പുറത്താണ് ഇവിടുത്തെ കറികളുടെ രുചികൾ നിൽക്കുന്നത് അല്ലേ. ഇതാണ് നിൽക്കുന്നത് പുഞ്ചക്കരി ഷാപ്പിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഷെഫ്. ചേട്ടൻ്റെ പേര്? സുരേഷ്. സുരേഷ് ചേട്ടൻ. ചേട്ടാ, ഇന്ന് എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോണേ? കരിമീൻ പൊള്ളിച്ചത്. കരിമീൻ പൊള്ളിച്ചത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന ഒരു പുഞ്ചക്കരി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? കരിമീന്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഓയിൽ. എന്ത് ഓയിലാണ്? കോക്കനട്ട് വെളിച്ചെണ്ണ, മസാല, മുളക് പൊടി, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും ഇതിനകത്ത് മസാല പറ്റാനുള്ളത്. അപ്പോൾ ഇന്നത്തെ പൊള്ളലേറ്റ് വാങ്ങാനായിട്ട് പുള്ളിക്കാരനെ ഞാനിങ്ങനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കരിമീൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഈ എന്താണ് മാംസാഹാരം നന്നായിട്ട് തീ വെച്ച് പാകം ചെയ്തെടുത്താലേ അതിന് രുചിയുണ്ടാവും. അതുകൊണ്ട് ഇതിനെ പൊള്ളിക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇത് മുളക് പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ, 1 സ്പൂൺ മസാല, മുളക് പൊടി, മസാല 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ഏകദേശം 1/2 സ്പൂണ്, കുരുമുളക് നിറയെ 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇത് കണ്ടോണ്ടെടുത്ത് ഇട്ട് കളയരുത്. ശകലം വെള്ളം കൂടെ ചേർക്കുകയാണ്. ഈ മീനിന്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിച്ചിട്ടാണ് പിന്നെ ഇതിനെ പൊള്ളിക്കുന്നത്. ഇതിനെ പൊള്ളിക്കുന്നതിലാണ് ഇതിന്റെ ഒരു രുചി മാറുന്നതും കൗതുകം വരുന്നതും. ഇതിന് ഇത് മസാല ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് എണ്ണ ചൂടാകുമ്പോൾ ഇത് റെഡിയാവും. ഓക്കെ, അപ്പോൾ എണ്ണ ഒരു 5 മിനിറ്റ് കൊണ്ട് ചൂടായി വരും. അപ്പോഴേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വെച്ചോളൂ. അപ്പൊ എണ്ണ ഒന്ന് 5 മിനിറ്റ് കൊണ്ട് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ടോ? മീൻ ഫ്രൈ ഇട്ടാൽ മതി. ഇനി നേരെ ഫ്രൈ ചെയ്യണോ? ഫ്രൈ ചെയ്യണം. ചേട്ടൻ തന്നെ മീൻ എടുത്തിട്ടാ ആണോ? നേരെ അപ്പൊ ഇത് പൊള്ളിക്കണം എന്ന് പറഞ്ഞിട്ട് ഫ്രൈ ചെയ്ത് പൊള്ളിക്കും. ഫ്രൈ ചെയ്തതിന് ശേഷമാണ് പൊള്ളിക്കുന്നത്. അടിപൊളി. ആ കരിമീനെ ഒന്ന് തിരിച്ചിട്ടു. അപ്പം ഇതൊന്ന് ഇപ്പൊ തൽക്കാലം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നത് എടുക്കാറായി. ഇപ്പൊ എത്ര സമയം ഇതിനകത്ത് വീണിട്ടുണ്ടാവും? ഒരു 10 മിനിറ്റ് ആവും. ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് വേണ്ട, ഇതിന്റെ പാകം നോക്കിയിട്ട് ഫ്രൈ ചെയ്യാം. മീനായി. വാ, കരിമീനെത്തി. അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനിയാണ് പൊള്ളിക്കാൻ പോകുന്നത്. മസാല അതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ആദ്യം ഉണ്ടാക്കിയ നമ്മള് എക്സ്പ്ലോഷൻ ഉണ്ടായ എണ്ണ ഫുള്ള് മാറ്റി പൊള്ളിക്കാനുള്ള മസാലയാണ് ഇത്. ഗാർലിക്, കൊച്ചുള്ളി. ഇതിലെന്തൊക്കെ ചേർന്നുണ്ട്? ഇതില് ഇഞ്ചി, വെളുത്തുള്ളി, ഗാർലിക്, ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും, മുളക്, കൊച്ചുള്ളി, ചെറിയ ഉള്ളി, നമ്മളെ ചെറിയ ചുവന്നുള്ളി, ഉടങ്കൊല്ലി മുളക്. ഇപ്പൊ ചേട്ടാ ഇതിനകത്ത് എത്ര ചുവന്നുള്ളി ഉണ്ടാവും? 200 ഗ്രാം. 200 ഗ്രാം ചുവന്നുള്ളി. പിന്നെ മുളകാണെങ്കിൽ ഉടങ്കൊല്ലി മുളകാണെങ്കിൽ 5 ഉടങ്കൊല്ലി മുളക്. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. അത്രയും. ഇത് എന്തോ മാത്രം ഇളക്കണം? കുറച്ചൊന്ന് ചൂടാവും. ഇതിന്റെ കളർ വല്ലതും മാറുമോ? കളർ മാറും. എന്ത് കളർ വരുന്നവരെ? ഒരു റെഡ് കളർ പോലെ വരും. ഒരു റെഡ് കളർ വരുന്നവരെ. തക്കാളി ഇടുമ്പോൾ റെഡ് കളർ ആയിട്ടുള്ള. പിന്നെ ബാക്കി തക്കാളി ഇടല്ല. ഉറപ്പായും. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി. ഓക്കെ. ഇനി മുളക് പൊടി.
കുരുമുളക്. കുരുമുളക് നമ്മളെ മുളക് പൊടിന്റെ ഒരു പകുതി അളവ് ചേർത്ത്. മസാല. ഓക്കെ, ഗരം മസാല. മല്ലിയിലയും പിന്നെ അതിന്റെ ഇടയിൽ പുതിനയില, പിന്നെ രമ്പ ഇലയും ഉണ്ട്. എന്താണ് ഒരു റെഡ് ഇങ്ങനെ ഒന്ന് ഡാർക്കായി വരുന്ന ഒരു ടൈം ആയിട്ടുണ്ട്. ഇതായി, മസാലയായി. ഇനി പൊള്ളിക്കണം. മസാല ആയി കഴിഞ്ഞു, ഇനി പൊള്ളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കരിമീൻ്റെ രൂപം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നല്ല AC റൂമിലൊക്കെ കമ്പിളി പുതപ്പൊക്കെ പുതച്ച് കിടക്കും പോലെ അതിനെ ഫുള്ള് നമ്മൾ ഉണ്ടാക്കിയ ഈ മസാല വെച്ച് മാറിനേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിനെ ഫുള്ള് തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി വാഴയിലയിലേക്ക് മാറ്റാം. കരിമീനെ വാഴയില കൊണ്ട് നന്നായിട്ട് പൊതിഞ്ഞ് നമ്മൾ പണ്ട് പൊതിച്ചോറൊക്കെ സ്കൂളിൽ കൊണ്ടുപോകത്തില്ലേ, അതുപോലെ ആക്കി പൊതിഞ്ഞിട്ട് അത് ഇളകി പോകാണ്ടിരിക്കാനായിട്ട് വാഴനാര് ഉപയോഗിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ ഭദ്രമായിട്ട്. ശരിക്കും കരിമീൻ പൊള്ളിച്ചത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ആ സ്റ്റൈല് പ്രയോഗിക്കാൻ പോകുന്നത് ഇനി പൊള്ളിക്കാൻ പോവുകയാണ്. ഇതിൽ വെച്ചാൽ മതി. ചേർക്കണ്ട, വെച്ചാൽ മതി. ഇതിന് പ്ലേറ്റിൽ തരണോ, എങ്ങനെയാണ് തരേണ്ടത്? ഇതായി സംഭവം റെഡിയായെന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ആ ചട്ടിയിലേക്ക് നമ്മൾ ഈ വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അതിനകത്ത് എടുത്ത് വെച്ചിട്ട് ഈ വാഴയിൽ നിന്ന് വാടി വരുന്നു. അതിൻ്റെ ഒരു ഫ്ലേവർ ആ മീനിന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് കരിമീൻ പൊള്ളിച്ചത്, പുഞ്ചക്കരിയിലെ കരിമീൻ പൊള്ളിച്ചത്. ഇതൊന്ന് കണ്ടോളൂ. അപ്പോൾ ഞാൻ ചട്ടിയിൽ വെച്ചുണ്ടാക്കിയെടുത്ത കരിമീൻ ഞാൻ തന്നെ അങ്ങ് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ചേട്ടൻ തന്നെ ഉണ്ടാക്കിയത്, എന്നാലും ഞാൻ അങ്ങനെയൊക്കെ പറയണ്ടേ. ഓ, എൻ്റെ ഒരു കൈപ്പുണ്യം, ചേട്ടൻ്റെ ഒരു കൈപ്പുണ്യം. ചേട്ടാ എക്സലന്റ് ചേട്ടാ, ഗംഭീരം. അല്ലാതെ എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും സത്യം പറയാനില്ല. അപ്പോൾ ഇത്രയും രുചികരമായ പുഞ്ചക്കരിയിലെ കരിമീൻ പൊള്ളിച്ചത് എങ്ങനെയാ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടു. ഒന്നും കൂടെ ഒന്ന് കാണാം, ഒരു റീക്യാപ്പ്. ഓക്കെ, കണ്ടോളൂ റീക്യാപ്പ്. വാ, ഇങ്ങനെയൊക്കെ ചില രുചികൾ പല സ്ഥലത്തും രുചി തേടി പോയിട്ടുണ്ട്. പലയിടത്തും സംതൃപ്തനായിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്. എങ്കിലും ഓരോ പുതിയ സ്ഥലത്ത് പോയിട്ട് ഓരോന്ന് കാണുമ്പോഴേ അറിയാണ്ട് മനസ്സങ്ങ് കൊതിക്കും, ഇത്രയും പോരാ, ഇനിയും വേണം. എല്ലാവരെയും പോലെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ചേട്ടാ ഇത് ഒരു സാധനം കൂടെ ഉണ്ടാക്കി തരാമോ? ഓക്കെ, ഉണ്ടാക്കാം. എന്തുണ്ടാക്കി തരും? താറാവ് സ്റ്റൂ. താറാവ് സ്റ്റൂ എന്നാ ചേട്ടാ റെഡിയായിക്കോ. താറാവ് സ്റ്റൂ അത് വേണ്ട. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. നിങ്ങൾ ആരും ഇന്ന് പോകത്തില്ല എന്ന് എനിക്കറിയാം, കാരണം ഗംഭീര രുചിയായി കേട്ടോ. ഇനി വരുന്ന അതിൻ്റെ അപ്പുറത്തായിരിക്കും, അത് കാണണ്ടേ. അപ്പോൾ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ താറാവ് സ്റ്റൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. ഇനി ഒന്നും പറയാനില്ല, കുറച്ച് സമയം അവർ വെയിറ്റ് ചെയ്ത് താറാവ് സ്റ്റൂ കാണാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടത്? കോക്കനട്ട് ഓയിൽ, ഓക്കെ, പച്ചമുളക്, ഉടങ്കൊല്ലി, ജിഞ്ചർ ഗാർലിക്, കരിവേപ്പില, സവാള, കുരുമുളക്, ഉപ്പ്, അണ്ടിപ്പരിപ്പ്, ലീഫ്, മല്ലിയില, പുതിനയില, ക്യാപ്സിക്കം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട. ഇതിൽ നമുക്ക് സ്പെഷ്യലായിട്ട് വേണ്ടത് നമ്മുടെ കശുവണ്ടി നന്നായിട്ട് അരച്ചെടുത്തത്, അങ്ങനെ പേസ്റ്റാക്കി എടുത്ത അതുകൂടെയാണ് ഈ സ്റ്റൂവിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ വേണ്ടുന്നത്. തുടങ്ങാം. ശരി, വീണ്ടും ഉരുളിക്ക് തീ കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ വെച്ചിട്ടാ? ഓയിൽ ഒഴിക്കാം. ഇനി സവാള ഇട്ടാ? ഓക്കെ, ആദ്യം സവാള സാധാരണ നമ്മളിങ്ങനെയൊക്കെ ഈ സലാഡിന് വേണ്ടി കട്ട് ചെയ്യുമ്പോഴാണ് സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഇതിലേക്ക് വേണ്ടി ആഡ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കറി വയ്ക്കുമ്പോൾ സവാള കൊത്തി അരിഞ്ഞ കയ്യിലേ എടുത്തുള്ളൂ.
ഇത് എത്ര സമയം വഴറ്റണം? ഇത് എന്ത് കളറ് മാറണം? കളർ മാറില്ല. കളർ മാറണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചൂടാക്കിയിട്ട് പിന്നെ ഇതിലിടാനുള്ളത് പച്ചമുളക്, 10 പച്ചമുളകും ഉടങ്കല്ലിയും. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏകദേശം എൻ്റെ കൈക്ക് ഒരു പിടിയോളം അതിനകത്തിട്ടിട്ടുണ്ട്. ഉപ്പും വെള്ളം വെച്ചിട്ടോ. അപ്പോൾ ഇത് സ്റ്റോക്ക് വാട്ടറാണ്. ഇത് തന്നെ ഈ താറാവിനെ പുഴുങ്ങിയെടുത്ത സ്റ്റോക്ക് വാട്ടറാണ് ചേർക്കാൻ പോണത്. ഇനി താറാവിടെയാണ്. ഈ താറാവിനെ ഇനി കട്ട് ചെയ്യുന്നൊന്നുമില്ല. ഇല്ല. ഇത് ഫുള്ളായിട്ടാണ്. ഓക്കെ, ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ഇത് വേവിക്കണം. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ആവി കൂടെ കൊണ്ട് പെട്ടെന്ന് കുക്കിംഗ് നടക്കും. അപ്പോഴേ കുറച്ച് ഗ്യാസും ഒക്കെ നമുക്ക് ലാഭിക്കാം. എനിവേ 10 മിനിറ്റ് ദാ പോയി. അപ്പോൾ ഇത് 10 മിനിറ്റ് ആയി. ഇതിന് പുറത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ 10 മിനിറ്റ് താറാവ് കുക്ക് ചെയ്യാൻ 10 മിനിറ്റ് മതിയോ എന്ന് ചോദിച്ചാൽ പോരെ അല്ലേ? നല്ല ഇത് ഇളം താറാവാണ്. കാരണം ഇത് ഇളം താറാവ് മാത്രമല്ല, ഈ താറാവിനെ ഒന്ന് ബോയിൽ ചെയ്ത് എടുത്തു അല്ലേ? എന്തൊക്കെ ചേർത്താ ബോയിൽ ചെയ്ത്? വെറും ഉപ്പും വെള്ളം വെച്ച് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷമാണ്. അപ്പോൾ ഇനി ബാക്കി അത് ഓൾറെഡി കുക്കായിട്ടുണ്ട്. ഇനി അതിന് നമ്മളെ ചേരുവകളൊക്കെ അതിലൊന്ന് പിടിക്കാനുണ്ട്. അപ്പോൾ തുറക്കാം. വാ, ഇനി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിന്റെ പേര് ആയിട്ട് സാമ്യം വരാൻ പോകുന്നത്. ചേക്കട്ടെ? ഷുവർ. കുരുമുളക് പാകത്തിന് എന്നാ പറഞ്ഞത്. അപ്പൊ ഇനി എന്താ വേണ്ടേ? ഇനി ഇല, പുതിനയില, മല്ലിയില. പുതിനയില, മല്ലിയില, രംഭയില, അതും കൂടെ പറയണം. അത് ഏകദേശം ഒരു പിടി വാരി വിതറിയിട്ടുണ്ട്. മസാല ചോപ്പ് ചെയ്ത് വെച്ച് മസാല കുറച്ച്, ഒരു സ്പൂൺ. നമ്മുടെ കശുവണ്ടി പരിപ്പ് പേസ്റ്റ് ചെയ്തെടുത്തത്. ഇനി ക്യാപ്സിക്കം. ഇനി കുറച്ച് അടച്ചു വെച്ചാൽ പറ്റും. ഇനി ഇത് സ്വപ്പം നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ വറ്റും. മനസ്സിലായ? കുറച്ച് നേരം അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് വറ്റിച്ചെടുക്കാനാണ്. ഇനി എത്ര സമയത്ത് വെക്കാം? 5 മിനിറ്റ്. 5 മിനിറ്റ്. വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ താറാവ് സ്റ്റൂ. അതും താറാവ് സ്റ്റൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഷ്ണം ആക്കിയൊന്നും അല്ല, നല്ല മുഴുത്ത ഒരു താറാവിനെ മുഴുവനായിട്ട് റെഡിയാക്കി എടുക്കുകയാണ് താറാവ് സ്റ്റൂ. 5 മിനിറ്റ്. യെസ്, 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ താറാവ് സ്റ്റൗ നിറക്കാം. ഓക്കെ, അടപ്പുളക്കട്ടാ. ഓക്കെ, ഷുവർ. അപ്പൊ ഇത് കഴിക്കാറായോ? കഴിക്കാറായി. നമ്മുടെ വിളമ്പാം. നമ്മുടെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ പുഞ്ചക്കരി ഷാപ്പിലെ എന്താണ് അതിവിശിഷ്ടമായ താറാവ് സ്റ്റൂ. അതും താറാവിനെ നല്ല മുഴുവനോടെ സ്റ്റൂ ആക്കിയതാണ്. തയ്യാറായി കഴിഞ്ഞു. ഇതാണ് പുഞ്ചക്കരിയിലെ അതിവിശിഷ്ടമായ താറാവ് സ്റ്റൂ. ഇത് നല്ല എരിവുണ്ടാവും, പിന്നെ എല്ലാ രീതിയിലും നല്ല മസാലയൊക്കെ. ഇതിന്റെ കളർ കണ്ടിട്ട് വിചാരിക്കണ്ട ഇത് വളരെ ബാലിശമായ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഗംഭീര ടേസ്റ്റ് ആവും. ഒന്ന് കണ്ടോളൂ. അടിപൊളി ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ. ഇതാ വരുന്നു പുഞ്ചക്കരി താറാവ് സ്റ്റൂ. ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എനിക്കൊന്നും പറയാനില്ല താങ്കളെ കുറിച്ച്. നളന്റെ കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. ഭയങ്കര ഒരു ടേസ്റ്റ്. ഈ ഒരു ടേസ്റ്റിനെ കുറിച്ച് എനിക്ക് ഞങ്ങൾ കറക്റ്റായിട്ട് വർണ്ണിച്ചു തരാൻ പറ്റില്ല, അത്ര ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ സ്റ്റൂ കഴിക്കാൻ തോന്നുമ്പോൾ നേരെ പുഞ്ചക്കരിയിലേക്ക് വരിക. ഗംഭീര താറാവ് സ്റ്റൂ. വെറും വാക്ക് പറഞ്ഞല്ലേ കേട്ടോ, ഗംഭീരം, കീടില, പൊളിച്ച് തകർത്ത് തിമിർത്ത്. അപ്പോൾ ഈ താറാവ് സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് കാണണ്ടേ? ഒരു റീക്യാപ്പ്.
ഇപ്പൊ തന്നെ സമയം ഒരുപാട് പോയി. 2 ഡിഷാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്തിയത്. അത് ഉണ്ടാക്കിയെടുത്ത സമയം. ഇനി ഇത് കഴിക്കാൻ തന്നെ കുറേ സമയം വേണം. ഇനി നിന്ന് വാചകടിയൊന്നുമില്ല, ഇത് കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഞാനും അണ്ണനും കൂടെ ഇതൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് പോയിവിടുകയാണ്. അടുത്ത ആഴ്ച കാണാം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ മറ്റ് ചില വിഭവങ്ങളുമായി. അതുവരേക്കും എല്ലാവരും ഒഴിച്ച് പയ്യാണ്. തീർന്നു.